പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം ലീഗ് എന്നാൽ അത് സുന്നികളെ തകർക്കാനോ മുജാഹിദുകളെ തകർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു സംഘടനകളെ തകർക്കാനോ ഉണ്ടാക്കിയ ഒന്നല്ല. അത് മുസ്ലിങ്ങളുടെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസപരമായ കാര്യങ്ങള്, അതുപോലെ രാഷ്ട്രീയപരമായ കാര്യങ്ങള്, ഉദ്യോഗപരമായ കാര്യങ്ങള്, പൊതുവായ കാര്യങ്ങൾ നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയതാണ് മുസ്ലിം ലീഗ്. അത് മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ എക്കാലത്തും മുസ്ലിം ലീഗ് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് സുന്നികൾക്ക് കിട്ടേണ്ടതെന്നോ മുജാഹിദുകൾക്ക് കിട്ടേണ്ടതെന്നോ എന്നൊന്നുമില്ല. മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് എന്നും ഇവിടെ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ഉൾക്കൊണ്ട അടിസ്ഥാനത്തിലാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രചരിപ്പിച്ചാലും ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിന്റെയോ സമദാനി സാഹിബിന്റെയോ ഭൂരിപക്ഷം വർദ്ധിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ മുസ്ലിം ലീഗിനാണെന്നാണ് ഇത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും. സാക്ഷാൽ പിണറായി വിജയൻ സർവമണ്ഡലങ്ങളിലും ഓടിച്ചാടി നടന്ന് പ്രസംഗിച്ചിട്ടും ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ സാധിച്ചില്ല. ആലത്തൂരിൽ ജയിക്കാൻ കാരണം അത് പിണറായിയുടെ കഴിവൊന്നുമല്ല, അത് ആ വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജയിച്ചു പോയതാണ്. അതോടുകൂടി ഒരു കാര്യം ഇവിടെ തെളിഞ്ഞു, പാർട്ടി ആകെ തകർന്നടിഞ്ഞിട്ടുണ്ട്. പാർട്ടിയാണ് ശക്തിയെങ്കിൽ തോമസ് ഐസക് ജയിക്കണ്ടേ? അയാൾ ആരാ? പൊളിറ്റ് ബ്യൂറോ മെമ്പറാ. പാലക്കാട് മത്സരിച്ച VS വിജയരാഘവൻ, അയാള് തോറ്റില്ലേ? അങ്ങനെയുള്ള വൻകിട നേതാക്കളൊക്കെ തകർന്നടിഞ്ഞു. ശൈലജ ടീച്ചർ പോയി, എളമരം കരീം പോയി, പാർട്ടി ആകെ തുന്നം പാടിക്കിടക്കുകയാണ്. ഇതൊരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണം UDF-നായിരിക്കും. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇവിടെ കഴിഞ്ഞാൽ കേരളം UDF തൂത്തുവാരും, അതിൽ സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് കിട്ടിയപ്പോൾ CPM പറഞ്ഞത് അത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ള കിംവദന്തി പ്രചരിപ്പിച്ചത് കൊണ്ടാണ് UDF-ന് സീറ്റ് കിട്ടിയത്. ഇപ്രാവശ്യം അങ്ങനത്തെ പ്രചരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് UDF ആകെ തകർന്നടിയും, കുറഞ്ഞ സീറ്റിൽ ഒതുങ്ങും എന്നാണ് CPM പറഞ്ഞത്. എന്നാൽ ജനങ്ങൾ UDF-നെ നെഞ്ചിലേറ്റി വിശ്വസിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമോ ഇല്ലയോ എന്നുള്ളത് മറ്റു കാര്യം. ഇന്ത്യ സഖ്യം എന്നാണ് പറഞ്ഞത്. രാഹുൽ ആരാണ് പ്രധാനമന്ത്രി എന്നത് ഡിക്ലെയർ ചെയ്തിട്ടേ ഇല്ല. എന്നിട്ടും UDF തൂത്തുവാരി. UDF ഇവിടെ ശക്തമാണെന്നും ജനങ്ങൾ അതിനെയാണ് വിശ്വസിച്ചതെന്നും ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണിച്ചു തന്നു. 18 സീറ്റുകളോടുകൂടി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF അധികാരത്തിൽ വന്നു. UDF-ന്റെ പ്രബല ശക്തിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ചത്. അപ്പോൾ മുസ്ലിം ലീഗ് പൂർവാധികം ശക്തിപ്പെട്ടു, UDF ശക്തിപ്പെട്ടു. ഏതൊക്കെ നിലക്കുള്ള ഛിദ്രശക്തികൾ കണഞ്ഞ് പരിശ്രമിച്ചിട്ട് തകർക്കാൻ ശ്രമിച്ചിട്ടും മുസ്ലിം ലീഗിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമുദായം ഈ ഛിദ്രശക്തികളോട് കൂടെയല്ല, അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ഇവിടെ കാര്യം വ്യക്തമായിരിക്കുകയാണ്. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.